ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. സോ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 7th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പാഠത്തെക്കുറിച്ചാണ്. സോ നമ്മുടെ പാഠത്തിൻ്റെ പേര് മിഡീവൽ ഇന്ത്യ, അഥവാ നമുക്ക് മധ്യകാലഘട്ടം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ഡൈനാസ്റ്റിയെക്കുറിച്ചാണ്, അഥവാ രണ്ട് കിങ്ഡത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നതാണ് മുഗൾ എംപയർ, രണ്ടാമത്തെ എന്ന് പറയുന്നത് വിജയനഗര എംപയർ. അപ്പോൾ ഈ രണ്ട് സാമ്രാജ്യത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. സോ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ തന്നെയായിട്ട് നമുക്കിവിടെ രണ്ട് പിക്ചേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഒബ്സർവ് ദി ഫിഗേഴ്സ് ഗിവൺ എബവ്. ദീസ് ആർ ദി ഹിസ്റ്റോറിക്കൽ റെലിക്സ് ഓഫ് ടു കിങ്ഡംസ് ദാറ്റ് റൂൾഡ് മിഡീവൽ ഇന്ത്യ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്ന, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഏത് പീരീഡിലാണ്? മധ്യകാലഘട്ടത്തിൽ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രണ്ട് സാമ്രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ റിലിക്സ് എന്ന് പറയുന്ന സമയത്ത് ചരിത്ര ശേഷിപ്പുകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. സോ നമുക്കിതിൽ യു മേ ബി ഫെമിലിയർ വിത്ത് ദി ഫസ്റ്റ് വൺ. ഈ ഫസ്റ്റ് പിക്ചർ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതായിരിക്കാം. എന്താണിത്? യെസ്, റെഡ് ഫോർട്ട്, അഥവാ നമുക്ക് എന്ത് പറയാം, ചെങ്കോട്ട എന്ന് പറയാനായിട്ട് സാധിക്കും അല്ലേ. ഇനി രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മിഡീവൽ പീരീഡിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വിജയനഗര എംപയർ എന്ന് പറയുന്ന ആ ഒരു സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഹംപിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പിക്ചേഴ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. സോ നമുക്ക് നോക്കാം. യു മൈറ്റ് ഹാവ് സീൻ അവർ പ്രൈം മിനിസ്റ്റർ ഹോയിസ്റ്റിംഗ് ദി നാഷണൽ ഫ്ലാഗ് ഹിയർ ഓൺ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത്, ദേശീയ പതാക ഉയർത്തുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ റെഡ് ഫോർട്ടിൽ വെച്ചാണ്, അഥവാ ചെങ്കോട്ടയിൽ നിന്നാണ് അല്ലേ. ദ ഫസ്റ്റ് ഫിഗർ ഈസ് എ റെഡ് ഫോർട്ട് ബിൽഡ് ഇൻ ഡൽഹി ഡ്യൂറിങ് ദി റെയിൻ ഓഫ് മുഗൾ എംപറർ ഷാജഹാൻ. അപ്പോൾ നമ്മുടെ മുഗൾ ഭരണാധികാരികളിൽ ഒരാളാണ്, വളരെയധികം ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ആര്? ഷാജഹാൻ അല്ലേ. അപ്പോൾ ഷാജഹാൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഡൽഹിയിൽ മധ്യകാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ഇത്, നമ്മുടെ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. സോ ദ സെക്കൻഡ് ഈസ് ദി ഫിഗർ ഓഫ് ഹംപി, ദി ക്യാപിറ്റൽ ഓഫ് ദി വിജയനഗര. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഹംപിയുടെ ചിത്രമാണ് നമുക്ക് രണ്ടാമതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദി സെയിം പീരീഡ്. അപ്പോൾ ഒരേ കാലഘട്ടത്തിലായിരുന്നു ഈ രണ്ട് സാമ്രാജ്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ ഓൺ ദീസ് ടു കിങ്ഡംസ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ രണ്ട് സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് മുഗൾ റൂൾ. എങ്ങനെയാണ് മുഗൾ സാമ്രാജ്യം നമ്മുടെ ഇന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ടുള്ളത്, അഥവാ ആരാണ് ഈ ഒരു മുഗൾ സാമ്രാജ്യത്തെ സ്ഥാപിച്ചിട്ടുള്ളത്? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ബാബർ എസ്റ്റാബ്ലിഷ്ഡ് ദി മുഗൾ റൂൾ ഇൻ 1526. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിച്ചിരിക്കണം. മുഗൾ സാമ്രാജ്യം നിർമ്മിച്ചിട്ടുള്ളത് ആരാണ്? ബാബറാണ് അല്ലേ. ബാബറാണ് നമ്മുടെ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹം ഏത് വർഷമാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1526. 1526 ബാബർ മുഗൾ എംപയറിന് എന്ത് ചെയ്തു? ഫൗണ്ടേഷൻ, അഥവാ അദ്ദേഹം എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി നമ്മുടെ ഈ ഒരു മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ എത്ര വർഷം വരെ ഭരണം നടത്തി എന്ന് ചോദിച്ചാൽ 1857 വരെ, 1857 വരെ. അപ്പോൾ നമ്മൾ ആ കാര്യം പഠിച്ചു. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ എന്ന് പറയുന്നത്, തലസ്ഥാനം എന്ന് പറയുന്നത് ഏതായിരുന്നു ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റേത്? ഡൽഹി ആയിരുന്നു. ഡു യു നോ ദി മെയിൻ റൂളേഴ്സ് ഡ്യൂറിങ് ദി മുഗൾ പീരീഡ്? അടുത്തായിട്ട് നോക്കുന്നത് മുഗൾ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെക്കുറിച്ചാണ്, മെയിൻ റൂളേഴ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് 6 പേരുകൾ പഠിക്കാനായിട്ടുണ്ട്. ഇവരാണ് പ്രധാനപ്പെട്ട 6 മുഗൾ റൂളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുഗൾ എംപയർ സ്ഥാപിച്ചിട്ടുള്ള അതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള ആരാണ്? ആദ്യത്തേത് ബാബർ, രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് ഹുമയൂൺ, അതിനുശേഷം അക്ബർ, വീണ്ടും ജഹാംഗീറിന് ശേഷം വന്നിട്ടുള്ളത് ഷാജഹാന് ശേഷം വന്നിട്ടുള്ളത് ആരാണ്? ഔറംഗസേബ്. അപ്പോൾ ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്, ഇവരുടെ പേരുകൾ നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. നമ്മുടെ കറക്റ്റ് ഓർഡറിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മുഗൾ സാമ്രാജ്യത്തിലെ ശക്തരായിട്ടുള്ള 6 ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് നമ്മൾ പഠിച്ചു. നൗ
നമുക്കിവിടെ ഒരു മാപ്പിൻ്റെ ചിത്രം കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഭരണാധികാരിയായിട്ടുള്ള മുഗൾ ഭരണാധികാരി, ശക്തനായിട്ടുള്ള ഭരണാധികാരിയായിട്ടുള്ള ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലെ നമ്മുടെ അവരുടെ ഒരു മുഗൾ സാമ്രാജ്യം എത്രത്തോളം പ്രദേശങ്ങൾ അവരുടെ അണ്ടറിലായിരുന്നു എന്നത് കാണിക്കുന്ന ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ദ മുഗൾസ് ഹാഡ് എ വെരി വാസ്റ്റ് കിങ്ഡം. ഇൻ അഡീഷൻ ടു ടുഡേയ്സ് ഇന്ത്യ, ദ മുഗൾ റൂൾ ഹാഡ് സ്പ്രെഡ് ടു ദി നെയ്ബറിങ് കൺട്രീസ് ഓൾസോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യം നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഒരുപാട് വിഭജിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വിഭജനവും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ മുന്നേ ഇന്ത്യയും പിന്നെ അതേപോലെ ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള, നമുക്ക് ഈ പിക്ചറിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, അയൽ രാജ്യം എന്ന് പറയാം അല്ലേ, പാകിസ്ഥാനും അതോടൊപ്പം തന്നെ പിന്നെ കുറച്ചുകൂടെ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കും, കാബൂളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതെവിടെയാണ് വരുന്നത്? യെസ്, അഫ്ഗാനിസ്ഥാനിലാണ് വരുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനും പിന്നെ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏത് കാണാം, ബംഗ്ലാദേശും ഒക്കെ നമ്മുടെ ആരുടെ അണ്ടറിലായിരുന്നു? യെസ്, നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ അധീനതയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ ഇത് കാണിച്ചു തരുന്ന ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലെ ഒരു മാപ്പാണ്, അഥവാ മുഗൾ കിങ്ഡം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അദ്ദേഹം എത്രത്തോളം എക്സ്പാൻഡ് ചെയ്തു എന്ന് കാണിച്ചു തരുന്ന ഒരു മാപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമുക്കതിനെ ബേസ് ചെയ്ത് ഒരു ചോദ്യം ഇവിടെയുണ്ട്. ഒബ്സർവ് ദി മാപ്പ്, ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദി എക്സിസ്റ്റിംഗ് കൺട്രീസ് വേർ ദി മുഗൾസ് ഹാഡ് എക്സ്റ്റെൻഡഡ് ദ റൂൾ. മുഗൾസ് അവരുടെ ഭരണം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് ഏതെല്ലാം രാജ്യങ്ങളിലേക്കാണെന്നുള്ളത് ഇവിടെ എഴുതാനായിട്ട് നമ്മളിപ്പോൾ പഠിച്ചല്ലോ. ഒന്നാമത്തെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്, പിന്നെ ഏതാണ് പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്, പിന്നെ അതേപോലെ ഇവിടെ വരുമ്പോൾ ബംഗ്ലാദേശിലേക്കും പോയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ അടുത്തൊരു ചെറിയൊരു അഡീഷണൽ നോളേജ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദ മുഗൾസ് ആൻഡ് ദി ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. എന്താണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ അതിനു മുന്നേ എങ്ങനെയാണ് ഈ മുഗൾസിന് അവരുടെ ആ ഒരു പേര് ഡിറൈവ് ചെയ്ത് ലഭിച്ചിട്ടുള്ളത്, ആ ഒരു പേര് ലഭിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ദ നെയിം മുഗൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ടേം മംഗോൾ. അപ്പം മംഗോൾ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന് പറയുന്ന പദം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ആൻഡ് ബാബർ, ദി ഫൗണ്ടർ ഓഫ് ദി മുഗൾ കിങ്ഡം, വാസ് ദി ഡിസെൻഡൻറ്റ് ഓഫ് ദി ടർക്കിഷ് റൂളർ ടിമൂർ ഇൻ പെറ്റേണൽ വേ ആൻഡ് മംഗോൾ കിങ് ചെങ്കിസ് ഖാൻ ഇൻ മെറ്റേണൽ വേ. അപ്പം ഇത് വളരെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മുഗൾ എന്ന് പറയുന്ന ഈ ഒരു ഡൈനാസ്റ്റിയുടെ ഈ ഒരു പേര് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് മംഗോൾ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. ഇനി നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബാബർ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഓൺ ദി പറ്റേണൽ വേ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വഴിക്ക് പോകുമ്പോൾ അദ്ദേഹം ആരുടെ പിൻഗാമിയായിട്ട് നമുക്ക് ഡിസെൻഡൻ്റ് എന്ന് വെച്ചാൽ അദ്ദേഹം പിൻഗാമിയായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആരുടെ പിൻഗാമിയാണെന്ന് ചോദിച്ചാൽ ടർക്കിഷ് റൂളറായിട്ടുള്ള ടിമൂറിൻ്റെയൊക്കെ പിൻഗാമിയായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ മെറ്റേണൽ വേയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അമ്മയുടെ ആ ഒരു വംശത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് മംഗോൾ കിങ് ആയിട്ടുള്ള ചെങ്കിസ് ഖാൻ്റെ ഒരു ഫാമിലിയാണ് ഇദ്ദേഹം വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇറ്റ് വാസ് യൂറോപ്യൻസ് ഹു സ്റ്റാർട്ടഡ് അഡ്രസ്സിങ് ദിസ് ഡൈനാസ്റ്റിയസ് മുഗൾ ഡ്യൂറിങ് ദി 16th century. അപ്പം മുഗൾസ് എന്ന് പറയുന്ന ഈ ഒരു പേര് ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ആരാണ്? നമ്മുടെ യൂറോപ്യൻസ് ആണ് 16ാം നൂറ്റാണ്ടിൽ. അപ്പം അതിനുശേഷമാണ് ഇവർക്ക് ഏത് പേര് ലഭിച്ചിട്ടുള്ളത്? മുഗൾസ് എന്ന് പറയുന്ന ഈ ഒരു നാമം പ്രധാനമായിട്ടും യൂസ് ചെയ്യപ്പെടുന്നത് അല്ലേ. ഇനി നോക്കാം, ഇനി എന്താണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം അഥവാ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്? ഇൻ 1526 1526 ഇബ്രാഹിം ലോധി, ദി ലാസ്റ്റ് റൂളർ ഓഫ് ദി ലോധി ഡൈനാസ്റ്റി, ആൻഡ് ബാബർ, ദ റൂളർ ഓഫ് കാബൂൾ, ഫോർട്ട് അറ്റ് പാനിപ്പത്ത് ഇൻ ഹരിയാന. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മളൊന്ന് മനസ്സിലാക്കണം അല്ലേ. നമ്മുടെ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ളത് ബാബർ ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ബാബർ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് മുന്നേ അദ്ദേഹം എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? ഹി വാസ് ദി റൂളർ ഓഫ് കാബൂൾ. കാബൂളിലെ ഭരണാധികാരിയായിരുന്നു ബാബർ. ഇദ്ദേഹം നമ്മുടെ ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ രാജാവായിട്ടുള്ള ഇബ്രാഹിം ലോധിയുമായിട്ട് 1526 എന്ത് ചെയ്തു? ഒരു യുദ്ധം ചെയ്തു. ഇവർ ചെയ്തിട്ടുള്ള യുദ്ധം നടന്നിട്ടുള്ളത് ഏത് പ്രദേശത്താണ്? ഹരിയാനയിലെ പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ യുദ്ധം നടന്നത്. അതുകൊണ്ട് ഈ യുദ്ധം ഏത് പേരിൽ അറിയപ്പെട്ടു? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടു. ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്.
അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ആരായിരിക്കും വിജയിച്ചത്? നമ്മുടെ ബാബർ എന്ത് ചെയ്തു? വിജയിച്ചു. അദ്ദേഹം വിജയിച്ചതിൻ്റെ ഭാഗമായിട്ട് ബാബർ ലെയ്ഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ദി മുഗൾ റൂൾ ഇൻ ഇന്ത്യ ത്രൂ ദിസ് വിക്ടറി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മധ്യകാലഘട്ടത്തിൽ 1526 ബാബർ എന്ത് ചെയ്തു? ലോധി ഡൈനാസ്റ്റിയിലെ ഭരണാധികാരിയായിട്ടായിരുന്ന ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ വിജയിച്ച് ഏത് സാമ്രാജ്യം സ്ഥാപിച്ചു? നമ്മുടെ മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ദ മുഗൾസ് ആൻഡ് ദി ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലേ? ഇനി നമുക്കറിയാം നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ആര്? അക്ബർ എന്ന് പറയുന്നത്. ആരായിരുന്നു? അക്ബർ. അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ജെസ്യൂട്ട് പ്രീസ്റ്റ് ആയിട്ടുള്ള പിയറി ജെറിക് അദ്ദേഹത്തെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചെറിയൊരു അനുശോചന കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഒബിറ്റ്വറി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അനുശോചന കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ദിസ് ഈസ് ആൻ ഒബിറ്റ്വറി റിട്ടൺ ബൈ ദി ജെസ്യൂട്ട് പ്രീസ്റ്റ് പിയറി ജെറിക് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് എംപറർ അക്ബർ. അപ്പോൾ അക്ബറുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു അനുശോചന കുറിപ്പാണ് അല്ലേ? നമുക്ക് നോക്കാം. എംപറർ അക്ബർ ഹു ഷൂക്ക് ദി ഈസ്റ്റ് പാസ്ഡ് അവേ. അക്ബർ വാസ് ഇൻഡീഡ് എ ഗ്രേറ്റ് എംപറർ. അപ്പോൾ കിഴക്കിനെ വിറപ്പിച്ചുകൊണ്ടിരുന്ന അക്ബർ ചക്രവർത്തി എന്ത് ചെയ്തു? മരണപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈവൻ വൈൽ ഹാവിംഗ് ഗ്രേറ്റ് കമാൻഡ് ഓവർ ഹിസ് സബ്ജക്ട്സ് ദേ ഓൾ ലവ്ഡ് ഹിം, റെസ്പെക്റ്റഡ് ഹിം ആൻഡ് വാസ് ഓൾവേസ് സബ്മിസീവ് ടു ഹിം. അപ്പോൾ തൻ്റെ ജനത്തിന് മേലെ ശക്തമായിട്ടുള്ളൊരു അധികാരം അക്ബറിനുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തോട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് എന്തായിരുന്നു? സ്നേഹവും അതേപോലെ തന്നെ ബഹുമാനവും അതേപോലെ തന്നെ എന്താണ്? സബ്മിസീവ് ടു ഹിം എന്നാണ് പറയുന്നത്. വിധേയത്വവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഹി അഡ്മിനിസ്ട്രേറ്റ് ഈക്വൽ ജസ്റ്റിസ് വിതൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ്, ഫെമിലിയർ അൺഫെമിലിയർ. ഹി കൺസിഡേർഡ് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എലൈക്ക്. അപ്പോൾ പറയാണ് അദ്ദേഹത്തിന് ഹൈ കാസ്റ്റ് എന്നോ ലോ കാസ്റ്റ് എന്നോ യാതൊരു വ്യത്യാസവുമില്ല. ഫെമിലിയർ എന്നോ അൺഫെമിലിയർ എന്നോ. എന്താണ് ഈ ഫെമിലിയർ അൺഫെമിലിയർ എന്ന് വെച്ചാൽ? പരിചയമുള്ള ആളെന്നോ പരിചയമില്ലാത്ത ആളെന്നോ വ്യത്യാസമില്ല. നീതി എന്ത് ചെയ്തിരുന്നു? തുല്യമായിട്ട് നടപ്പിലാക്കിയിരുന്നു. അതുകൂടാതെ ഹി കൺസിഡേർഡ് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എലൈക്ക്. ഹൈന്ദവ മതത്തിലുള്ളവരെയും ക്രിസ്ത്യൻ മതത്തിലുള്ളവരെയും മുസ്ലിം മതത്തിലുള്ളവരെയും ഇസ്ലാം മതത്തിലുള്ളവരെയും എല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? തുല്യമായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഹി ട്രീറ്റഡ് ദി സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് വീക്ക് വിത്ത് മേഴ്സി. ഹി വാസ് ലവ്ഡ് ബൈ ഓൾ. അപ്പോൾ പറയാണ്, ശക്തരായിട്ടുള്ളവരെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ബലം ഉപയോഗിച്ചുകൊണ്ടും ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടും സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടും വീക്കായിട്ടുള്ളവരെ മേഴ്സിയോടുകൂടി, എന്താ മേഴ്സി എന്ന് വെച്ചാൽ കരുണയോടുകൂടിയുമായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? കണ്ടിരുന്നത്. ആൻഡ് ഹി വാസ് ലവ്ഡ് ബൈ ഓൾ. ഈ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവരും എന്ത് ചെയ്തിരുന്നു? സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഇത് ഒരു അനുശോചന കുറിപ്പാണ്, ഒബിറ്റ്വറി ആണ്. ഇത് എഴുതിയിട്ടുള്ളതാണ് ജെസ്യൂട്ട് പ്രീസ്റ്റ് ആയിട്ടുള്ള പിയറി ജെറിക് എന്ന് പറയുന്ന വൈദികനാണ് അല്ലേ? സോ വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി മുഗൾ റൂളർ അക്ബർ ഫ്രം ദി എബവ് നോട്ട്? മുകളിൽ തന്നിട്ടുള്ള ഈ ഒരു നോട്ടിൽ നിന്ന് അക്ബറിനെ കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നതാണ് ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നത്. സിമ്പിൾ ആക്ടിവിറ്റി ആണ് അല്ലേ? ഫസ്റ്റ് പോയിൻ്റായിട്ട് ഇവർ തന്നെ നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. അക്ബർ വാസ് എ പവർഫുൾ റൂളർ. ശക്തനായിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു ആര്? അക്ബർ. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ കാറ്റഗറി ഓഫ് റിലീജിയനിൽ പെടുന്ന ആളുകളെയും ഇദ്ദേഹം എങ്ങനെയാണ് കണ്ടിരുന്നത്? ഒരേപോലെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? റിലീജിയസ് ടോളറൻസ്, മതസഹിഷ്ണുത അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? നിലനിർത്തിയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ തന്നെ ജസ്റ്റിസ് നടപ്പിലാക്കുന്ന സമയത്ത് അദ്ദേഹം ഹൈ ലോ കാസ്റ്റ് എന്നോ ഫെമിലിയർ എന്നോ അൺഫെമിലിയർ എന്നോ ഒന്നും തന്നെ കൺസിഡർ ചെയ്തിരുന്നില്ല. ആരുടെ ഭാഗത്താണോ നീതി അത് അദ്ദേഹം എന്ത് ചെയ്തു? നടപ്പിലാക്കി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് എന്ത് പറയാം? അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരോടും ഇക്വാലിറ്റി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ ഈക്വൽ ജസ്റ്റിസ് അദ്ദേഹം എന്ത് ചെയ്തു? എപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞു. സോ ഇനി അടുത്തതായിട്ട് നമ്മൾ അക്ബറിനെ കുറിച്ച് തന്നെയാണ് നോക്കുന്നത്. നമുക്കിവിടെ ഒരു ചിത്രം കാണാനായിട്ട് സാധിക്കും. ഈ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഒരു കൊട്ടാരം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പുതിയ ക്യാപിറ്റലായിട്ടുള്ള ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന ആ ഒരു ക്യാപിറ്റലിൽ തലസ്ഥാനത്തിൽ അദ്ദേഹം നിർമ്മിച്ചു.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അക്ബറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ക്യാപിറ്റൽ എങ്ങോട്ടേക്ക് മാറ്റി? ഫത്തേപൂർ സിക്രിയിലേക്ക് മാറ്റി. ഈ ഫത്തേപൂർ സിക്രിയിൽ അദ്ദേഹം പുതുതായിട്ടൊരു ഒരു കൊട്ടാരം അദ്ദേഹം എന്ത് ചെയ്തു? പണി കഴിപ്പിച്ചു. അതിൻ്റെ പേരാണേത്? ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം. സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വേരിയസ് റിലീജിയൻസ് യൂസ്ഡ് ടു ഗ്യാദർ ഹിയർ. പണ്ഡിതന്മാരും, സ്കോളേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്? പണ്ഡിതന്മാർ. അതേപോലെ തന്നെ ഡിഗ്നിറ്ററീസ്. എന്താ ഡിഗ്നിറ്ററീസ് എന്ന് വെച്ചാൽ? വിശിഷ്ട വ്യക്തികൾ എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഒരുപാട് പണ്ഡിതന്മാരും അതേപോലെ തന്നെ വിശിഷ്ട വ്യക്തികളും എങ്ങോട്ടേക്ക് വരുമായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഇബാദത്ത് ഖാനയിലേക്ക് വരുമായിരുന്നു. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? ആൻഡ് ദേ ഡിസ്കസ് അബൌട്ട് ദി ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഈച്ച് റിലീജിയൻ. എല്ലാ റിലീജിയൻ്റെയും നല്ല വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇവരെന്ത് ചെയ്യും? പണ്ഡിതന്മാരും അതേപോലെ തന്നെ ഓരോ വിവിധ മതത്തിൻ്റെയും ഡിഗ്നിറ്ററീസ്, വിശിഷ്ടമായിട്ടുള്ള വ്യക്തികളുമെല്ലാം തന്നെ ഇബാദത്ത് ഖാനയിൽ അക്ബറിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും? ഒരുമിച്ച് കൂടുമായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. അക്ബർ ക്രിയേറ്റഡ് ദിൻ ഐ ഇലാഹി. ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നമ്മുടെ അക്ബർ എന്ത് ചെയ്തു? പുതിയൊരു മതം, അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയൊരു മതത്തിന് അദ്ദേഹം രൂപം നൽകി. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദിൻ ഐ ഇലാഹി എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഈസ് വിഷണറി റിലീജിയൻ ബൈ കമ്പൈനിങ് ദി ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയൻ. അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ മതത്തിൻ്റെയും നല്ല വശങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു പുതിയ മതത്തിന് രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ ദിൻ ഐ ഇലാഹി അദ്ദേഹം രൂപീകരിച്ചത് എല്ലാ മതത്തിൻ്റെയും നല്ല വശങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ അർത്ഥം വരുന്നത് പീസ് ടു ഓൾ എന്നതാണ്. എന്താണ് ദിൻ ഐ ഇലാഹി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം. അഥവാ അതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടും സുൽ ഹൈ കുൽ എന്ന് പറയുന്ന പേരിൽ. ഏത് പേരിലാണ്? സുൽ ഹൈ കുൽ. So he aimed to clarify the idea that all visions are for the welfare of human beings. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. താൻ ഈ ഒരു പുതിയ മതം നിർമ്മിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ഫോർ ദി വെൽഫെയർ ഓഫ് ദി ഹ്യൂമൻ ബീങ്സ്. എല്ലാ മാനവരാശിയുടെയും എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് താൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ അക്ബറിനെ കുറിച്ച് നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് നമുക്കൊന്നുകൂടി എന്ത് ചെയ്യാം? ഒന്ന് പറയാം. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടു. അക്ബർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രിയിലേക്ക് മാറ്റി. പുതിയ ക്യാപിറ്റലിൽ അദ്ദേഹം ഒരു കൊട്ടാരം പണിതു. അതിൻ്റെ പേരാണിത് ഇബാദത്ത് ഖാന. ഇനി ഇബാദത്ത് ഖാനയിലേക്ക് ആളുകൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ഇൻ ഓർഡർ ടു ഡിസ്കസ് അബൌട്ട് ദി വേരിയസ് റിലീജിയസ് മാറ്റേഴ്സ് അല്ലേ. എന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളും ഡിഗ്നിറ്ററീസ് ഓഫ് വേരിയസ് റിലീജിയൻസ്, ഓരോ മതത്തിൻ്റെയും വിശിഷ്ട വ്യക്തികളും കൂടി ചേർന്നിരുന്നു നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പുതിയൊരു മതത്തിന് രൂപം നൽകി. അദ്ദേഹത്തിൻ്റെ വിഷനാണത്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണത്. ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദിൻ ഐ ഇലാഹി എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്താണ്? ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയൻ, എല്ലാ മതത്തിൻ്റെയും നല്ല വശങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ദിൻ ഐ ഇലാഹി രൂപകൽപ്പന ചെയ്തത്. ഇനി ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം. ഇനി ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നതാണ് ഇത് സുൽ ഹൈക്കുൾ എന്ന് പറയുന്നത്. ഇനി എല്ലാവർക്കും കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം അതിനെ ഒന്നുകൂടെ സിമ്പിളാക്കി പറഞ്ഞു. ഫ്രം ദീസ് ഐ മെൻറ്റ് ഇറ്റ് ഈസ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി ഹ്യൂമൻ ബീങ്സ്. എല്ലാ ജനത്തിൻ്റെയും മാനവരാശിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് രൂപീകരിച്ചിട്ടുള്ളത്, അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എളുപ്പമാണ് അല്ലേ? യെസ്. ഇനി ഇത് മാത്രമല്ല, അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യമാണ് ദ അബോളിഷൻ ഓഫ് റിലീജിയസ് ടാക്സ് കോൾഡ് ജെസിയ. ജെസിയ എന്ന് പറയുന്ന മതനികുതിയെ അദ്ദേഹം എന്ത് ചെയ്തു? ഇല്ലാതാക്കി മാറ്റി, അബോളിഷ് ചെയ്തു. ആൻഡ് ദറ്റ് അക്ബർ ഫോളോഡ് ടോളറൻസ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ് ആസ് വെൽ. People from all sects were treated equally in all spheres of Mughal rule. And Raja Todarmal, Raja Man Singh, Raja Bhagwan Das, Birbal was the prominent among those who led the high positions in the royal court of Emperor Akbar. നമ്മൾ കണ്ടല്ലേ, എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളെയും അദ്ദേഹം എങ്ങനെയാണ് കണ്ടിരുന്നത്? യെസ്, ഈക്വലി, ഒരേപോലെ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ രാജ്യസദസ്സിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന, ഹൈ പൊസിഷൻസ് വഹിച്ചിരുന്ന റോയൽ കോർട്ടിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് രാജ തോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ് ആൻഡ് ബീർബൽ എന്ന് പറയുന്ന വ്യക്തികൾ. അപ്പം അദ്ദേഹത്തിന് ആരോടും യാതൊരു വേർതിരിവും ഉണ്ടായിരുന്നില്ല, എല്ലാവരെയും ഈക്വലായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ റോയൽ കോർട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തികളെന്ന് പറയുന്നതാണ് ആര്? രാജ തോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ തുടങ്ങിയിട്ടുള്ള
4 പേര്. ഓക്കെ, ഫൈൻ. നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, മുഗൾ സുൽത്താൻ ജഹാംഗീർ റെക്കോർഡഡ് ഇൻ ഹിസ് മെമ്മോയർ ടെസൂക്ക് ഐ ജഹാംഗീർ ദാറ്റ് അക്ബർ ഹാഡ് ഓർഡേഡ് ഹിസ് ഫോളോവേഴ്സ് മൈ ഫോളോവേഴ്സ് ഷുഡ് നോട്ട് വേസ്റ്റ് ടൈം ഇൻ എനിമിറ്റി വിത്ത് അതർ റിലീജിയൻസ്. അപ്പോൾ നമ്മുടെ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ജഹാംഗീർ, അക്ബറിന് ശേഷം വന്നിട്ടുള്ള ഭരണാധികാരിയായിട്ടുള്ള ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തി എന്നാണ് നമ്മുടെ ജഹാംഗീർ അദ്ദേഹം പറയുന്നത് മൈ ഫോളോവേഴ്സ് ഷുഡ് നോട്ട് വേസ്റ്റ് ടൈം ഇൻ എനിമിറ്റി വിത്ത് അതർ റിലീജിയൻസ്. മറ്റു മതങ്ങളുമായിട്ട് ശത്രുത പുലർത്തിക്കൊണ്ട് എൻ്റെ ഫോളോവേഴ്സ് അഥവാ എൻ്റെ അനുയായികൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റു മതത്തിലുള്ളവരുമായിട്ട് ശത്രുത പുലർത്താൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ലെറ്റ് ദി കോൺസെപ്റ്റ് ഓഫ് സുൽ ഹൈഖുൽ പീസ് ടു ഓൾ ബി അപ്ലൈഡ് ടു ഓൾ ബിലോങ്ങിങ്സ് ടു അതർ റിലീജിയൻസ്. അപ്പം മറ്റു മതത്തിലുള്ളവർക്കും എന്ത് പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ അക്ബർ നിർമ്മിച്ചിട്ടുള്ള സുൽ ഹൈഖുൽ പീസ് ടു ഓൾ, സമാധാനം എല്ലാവർക്കും എന്ന് പറയുന്ന ആശയം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ അക്ബർ പറഞ്ഞ മറ്റൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡു നോട്ട് കിൽ ആനിമൽസ് ഓർ ടേക്ക് അപ്പ് ആംസ് എക്സെപ്റ്റ് ഇൻ ടൈം ഓഫ് വാർ. അപ്പോൾ അദ്ദേഹം പറയാണ്, അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, ഓർ ടേക്ക് അപ്പ് ആംസ് എക്സെപ്റ്റ് ഇൻ ടൈം ഓഫ് വാർ. യുദ്ധത്തിൻ്റെ സമയത്തല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആംസ് എന്ന് പറയുമ്പോൾ ആയുധങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. ഇനി മുഗൾ ആർമി, മുഗൾ ഭരണാധികാരികളുടെ പ്രധാനപ്പെട്ട സൈന്യത്തെക്കുറിച്ചാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്കറിയാം, അക്ബറിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, വളരെ ശക്തമായിട്ടുള്ളൊരു സൈന്യത്തെ, ഒരു സൈനിക സമ്പ്രദായം അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദി മുഗൾ പീരീഡ് a strong army was needed to expand the kingdom as well as to maintain the expanded kingdom. അപ്പോൾ മുഗൾ സാമ്രാജ്യത്തെ കുറച്ചുകൂടി വിപുലമാക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായിട്ടുള്ളൊരു സൈന്യം അവർക്ക് ആവശ്യമായിരുന്നു. ഇനി വിപുലമാക്കുന്നതിന് വേണ്ടി മാത്രമല്ല, പകരം എന്തിനു വേണ്ടിയിട്ട് കൂടിയാണ്, ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദി എക്സ്പാൻഡഡ് കിങ്ഡം. അപ്പോൾ ഈ ഒരു എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, പകരം എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കിങ്ഡത്തെ, സാമ്രാജ്യത്തെ നല്ല രീതിയിൽ നിലനിർത്തുന്നതിനും അവർക്ക് എന്താവശ്യമാണ്, ഒരു സൈന്യം ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ അക്ബർ ഇംപ്ലിമെൻ്റ് ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു മിലിറ്ററി സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൻസബ്ദാരി എന്ന് പറയുന്നത്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, മൻസബ്ദാരി സിസ്റ്റം. അപ്പോൾ നമുക്ക് നോക്കാം. മൻസബ്ദാരി വാസ് ദി മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ഫോർ ദിസ് പർപ്പസ്. ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് നിർമ്മിച്ചിട്ടുള്ളത്? യെസ്, എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദി കിങ്ഡം ആസ് വെൽ as ടു മെയിൻറ്റെയിൻ ദി എക്സ്പാൻഡഡ് കിങ്ഡം. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മിലിറ്ററി സിസ്റ്റം നടപ്പിലാക്കി. അത് ഏത് പേരിൽ അറിയപ്പെട്ടു, മൻസബ്ദാരി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി ഈ ഒരു മൻസബ്ദാരി സിസ്റ്റത്തിൽ ഓരോ ഓഫീസേഴ്സിൻ്റെ കീഴിലും എന്തുണ്ടായിരിക്കണം, ഒരു റെജിമെൻറ്റ് അഥവാ ഒരു സൈനിക വ്യൂഹത്തെ അവർ നിലനിർത്തിയിരിക്കണം എന്നുള്ളത് റൂളാണ്. ഇനി ഇവർക്കെല്ലാവർക്കും എന്ത് കൊടുത്തിരുന്നു, ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓരോരോ ടൈറ്റിലുകൾ കൊടുത്തിട്ടുണ്ട്. ആ ടൈറ്റിൽ അറിയപ്പെടുന്നത് മൻസബ് എന്ന് പറയുന്ന പേരിലാണ്. ദ ടൈറ്റിൽ മൻസബ് റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് കാവലറി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. ഓരോ ഓഫീസേഴ്സും അവരുടെ കീഴിൽ നിലനിർത്തിയിട്ടുള്ള കാവലറി എന്ന് വെച്ചാൽ കുതിരപ്പട എന്നാണ് അർത്ഥം വരുന്നത്. കുതിരപ്പടയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എന്ത് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്, മൻസബ് എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ മൻസബുമാരുടെ റാങ്കുകൾ നിശ്ചയിച്ചിരുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈ ദി നമ്പർ ഓഫ് സോൾജിയേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ്. ഓരോ നമ്മുടെ മൻസബ്മാരും അവരുടെ കീഴിൽ നിലനിർത്തിയിട്ടുള്ള സൈനികരുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, റാങ്കുകൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ദിസ് സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു മെയിൻറ്റെയിൻ ആർമി പേയിങ് ഡയറക്ട്ലി ഫ്രം ദി സ്റ്റേറ്റ് എക്സ്ചെക്കർ. അപ്പോൾ പറയാണ്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് ഇവർക്ക് ഡയറക്റ്റായിട്ട് എന്ത് കൊടുക്കുന്നത്, ഖജനാവ്, എക്സ്ചെക്കർ എന്ന് വെച്ചാൽ ഖജനാവ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് ഇവർക്ക് നേരിട്ട് പണം നൽകുന്നതിന് പകരമായിട്ട് ഉള്ള ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ആയിട്ടാണ് ഓരോ നമ്മുടെ ഈ മൻസബിൻ്റെയും അണ്ടറിലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, സൈനികരെ ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ റെജിമെൻറ്റിൽ സൈനിക വ്യൂഹത്തിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ആൻഡ് മൻസബ്ദാർസ് വെർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദ റാങ്ക്സ്. അപ്പോൾ ഓരോ മൻസബ്ദാർമാരുടെയും റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് കൊടുക്കുമായിരുന്നു രാജാവ്, ലാൻഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് നൽകുമായിരുന്നു. ദ മൻസബ്ദാർ മെയിൻറ്റെയിൻഡ് ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ടു ദം. ഇനി രാജാവ് നൽകിയിട്ടുള്ള ഈ ലാൻഡിൽ നിന്ന് മൻസബ്ദാർസ് എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള നികുതി പണം കളക്ട് ചെയ്യും.
ഈ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ മൻസബ്ദാർമാരുടെ കീഴിലുള്ള സൈന്യത്തെയും അവർ നിലനിർത്തി പോന്നിരുന്നത്. The support of the nobles and the military was necessary to carry forward the regime strongly. അപ്പോൾ ഈ ഒരു സൈനിക വ്യൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തുള്ള നോബിൾസ് അഥവാ പ്രഭുക്കന്മാരുടെയും സൈന്യത്തിൻ്റെയും ഒക്കെ സഹായം എന്താണ് ആവശ്യമായിരുന്നു. ആൻഡ് മൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്. സോ ഈ ആവശ്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൻസബ്ദാരി സിസ്റ്റം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് മനസ്സിലായോ? യെസ്, നമ്മൾ കണ്ടു. ആദ്യം മുഗൾ ആർമി ആരാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മുടെ അക്ബറാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മുഗൾ സാമ്രാജ്യം എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയും എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള സാമ്രാജ്യത്തെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും. ഇനി ഓരോ ഓഫീസേഴ്സിനും അവർ എന്ത് പേര് കൊടുത്തിരുന്നു, എന്ത് ടൈറ്റിൽ കൊടുത്തിരുന്നു? മൻസബ് എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തിരുന്നു. ഇനി മൻസബ് എന്ന് പറയുന്ന ടൈറ്റിൽ അവർക്ക് ലഭിച്ചിരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? എത്രത്തോളം കാവലറി കുതിരപ്പടയാണോ അവരുടെ കീഴിൽ ഉള്ളത്, അതിൻ്റെ ബേസിലായിരുന്നു അവർക്ക് എന്ത് ടൈറ്റിൽ കൊടുത്തത്? മാൻസബ് എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തത്. ഇനി ഓരോ മാൻസബ്മാരുടെയും റാങ്കുകൾ നിശ്ചയിച്ചിരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അവരുടെ കീഴിലുണ്ടായിരുന്ന സൈനികരുടെ അടിസ്ഥാനത്തിൽ. ഇനി അത് കൂടാതെ തന്നെ രാജാവ് എന്തിനു വേണ്ടിയാണ് ഈ ഒരു സൈനിക സിസ്റ്റം നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് അവർക്കുള്ള പണവും കാര്യങ്ങളും എല്ലാം തന്നെ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് നൽകുന്നതിന് പകരമായിട്ട് മൻസബ്ദാർസിനെല്ലാം തന്നെ എന്ത് കൊടുത്തു? ലാൻഡുകൾ കൊടുത്തു. ഈ ലാൻഡിൽ നിന്ന് ഇവരെന്ത് ചെയ്യണം? നികുതി പണം കളക്ട് ചെയ്തിട്ട് അവരുടെ കീഴിലുള്ള സൈന്യത്തെ നിലനിർത്തി കൊണ്ടുപോകണം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു സംവിധാനം നടപ്പിലാക്കിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുഗൾ ആർമി എന്ന് പറയുന്നത്. സോ നമ്മുടെ അടുത്തൊരു ടോപ്പിക്കാണ് ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമുക്കപ്പോൾ അതിലേക്ക് കടക്കാം. എന്താ ഈ മുഗൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ? അവിടെയുള്ള സൈനിക സംവിധാനം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി മുഗൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള ഭരണമാണ് മുഗൾ സാമ്രാജ്യത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ചെറിയൊരു സാമ്രാജ്യമല്ല മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത്, അല്ലേ? വളരെയധികം വിശാലമായിട്ടുള്ളൊരു സാമ്രാജ്യമാണ്. അപ്പോൾ ഇത്രയും വിശാലമായിട്ടുള്ള എക്സ്പാൻഡഡ് കിങ്ഡത്തെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള എന്ത് വേണം? അഡ്മിനിസ്ട്രേഷൻ വേണം. ഫോർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഡ്യൂറിങ് ദി മുഗൾ പീരീഡ് ദ മുഗൾ എംപയർ ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 4. അപ്പോൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഭരണം കാര്യക്ഷമമാക്കുന്നതിനും എളുപ്പമാക്കുന്നതിനും വേണ്ടി മുഗൾ സാമ്രാജ്യത്തെ നമ്മൾ പ്രധാനമായിട്ടും 4 തിരിച്ചു. ഇത് 4 ഹയറാർക്കിക്കൽ ഓർഡറാണ്, അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് കാണാം, ഇതിലൊന്നാമത്തെ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് സുബ, രണ്ടാമത്തെ വിഭാഗം സർക്കാർ, മൂന്നാമത്തേതോ പർഗാന, നാലാമത്തേത് ഗ്രാമ. അപ്പോൾ ഈ ഒരു പിരമിഡിൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യത്തേത് സുബ എന്നും, രണ്ടാമത്തേത് സർക്കാർ എന്നും, മൂന്നാമത്തേത് പർഗാന എന്നും, നാലാമത്തേത് ഗ്രാമ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ പ്രധാനമായിട്ടും നമ്മുടെ മുഗൾ സാമ്രാജ്യത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ഡ്യൂറിങ് അക്ബേഴ്സ് റിജിം ഇൻ മുഗൾ റൂൾ ദാറ്റ് സച്ച് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വാസ് എഫക്റ്റീവ്ലി ഫോംഡ്. അപ്പോൾ അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ്, റെജിം എന്ന് വെച്ചാൽ എന്താണ്? കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം എന്ത് ചെയ്തിട്ടുള്ളത്? നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സാമ്രാജ്യത്തെ 4 ഭരണത്തിന് വേണ്ടി തിരിച്ചിട്ടുണ്ടെങ്കിലും ദ എംപറർ വാസ് ദി സോവറിൻ അതോറിറ്റി ഓഫ് ദി കൺട്രി ആൻഡ് ദി കമാൻഡർ ഇൻ ചീഫ്, ദി ലോ മേക്കർ ആൻഡ് ദി സുപ്രീം ജഡ്ജ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ഭരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ തരം തിരിച്ചാലും എംപററാണ് ആര്? സോവറിൻ അതോറിറ്റി ഓഫ് ദി കൺട്രി. രാജ്യത്തിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് ചക്രവർത്തിയാണ്. അതുകൂടാതെ അദ്ദേഹം കമാൻഡർ ഇൻ ചീഫാണ്, ലോ മേക്കർ നിയമം നിർമ്മിക്കുന്ന വ്യക്തിയാണ്, അതേപോലെ സുപ്രീം ജഡ്ജാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ വിധി എന്ന് പറയുന്നത് ആരുടെയാണ്? നമ്മുടെ ചക്രവർത്തിയുടേതാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാമുള്ള അധികാരം ആരിൽ അധിഷ്ഠിതമാണ്? അത് എംപററിൽ അഥവാ നമ്മുടെ ചക്രവർത്തിയിൽ അധിഷ്ഠിതമാണ്. നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദി മുഗൾ പീരീഡ് ദർ വാസ് നോ സെപ്പറേറ്റ് കോഡ്സ് ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആസ് ടുഡേ. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണപ്പെടുന്നത് പോലെ തന്നെ ഒരുപാട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ വിഭാഗത്തിനും പല രീതിയിലുള്ള കോടതികളൊന്നും പണ്ട് കാലത്ത് മുഗൾ പീരീഡിൽ ഉണ്ടായിരുന്നില്ല. ഇതിന് പകരമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദ ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് നെയിംഡ് as ക്വാസി. അപ്പോൾ ക്വാസി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന മതപണ്ഡിതന്മാർ, ഓരോ പ്രദേശത്തെ മതപണ്ഡിതന്മാർ എന്ത് ചെയ്തു? ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ്. ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ആ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനെ എന്ത് ചെയ്യും? അതിന് കൃത്യമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും.
And those who were dissatisfied with this decision had the opportunity to complain directly to the emperor. അപ്പോൾ ഇവരുടെ ഈ ഒരു തീരുമാനത്തിൽ, ഇവരുടെ ഈ ഒരു തീർപ്പിൽ അവർക്ക് ആർക്കെങ്കിലും ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, സംതൃപ്തി ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് എന്തിനുള്ള അവസരമുണ്ട്? ദേ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു കംപ്ലെയിൻ ഡയറക്ട്ലി ടു ദി എംപറർ. ചക്രവർത്തിയുടെ അടുത്ത് നേരിട്ട് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് പറയാനായിട്ടുള്ള അവസരവുമുണ്ട്. ആൻഡ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് വെർ അപ്പോയിൻറ്റഡ് ടു അഡ്വൈസ് ദി കിങ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. ഭരണകാര്യങ്ങളിൽ നമ്മുടെ രാജാവിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിമാരും അതേപോലെ ഓരോ വിഭാഗത്തിൻ്റെയും തലപ്പത്തുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡുകളും എന്തുണ്ട്? ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ രാജാവിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതിനെക്കുറിച്ചാണ് മുഗൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഭരണം എളുപ്പമാക്കുന്നതിന് വേണ്ടി മുഗൾ സാമ്രാജ്യത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യത്തേത് സുബ, രണ്ടാമത്തേത് സർക്കാർ, മൂന്നാമത്തെ പർഗാന, നാലാമത്തേത് ഗ്രാമ. ഇനി അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് ഈ രീതിയിൽ എന്ത് ചെയ്തത്? ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ കണ്ടു ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു അഡ്മിനിസ്ട്രേഷനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും സുപ്രീം അതോറിറ്റി ഓഫ് ദി കൺട്രി അഥവാ രാജ്യത്തിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് രാജാവാണ്. അതുകൂടാതെ ഹീസ് ദി കമാൻഡർ ഇൻ ചീഫ്, ലോ മേക്കർ ആൻഡ് സുപ്രീം ജഡ്ജ്. ഇനി നമ്മുടെ അഡ്മിനിസ്ട്രേഷനും അതേപോലെ ജസ്റ്റിസും ഒക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ഉണ്ട് അല്ലേ? അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള മതപണ്ഡിതന്മാരുണ്ട്. ഇവർ ഏത് പേരിൽ അറിയപ്പെട്ടു? ക്വാസി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടു. ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ഡിസ്പ്യൂട്ട്സ് എല്ലാം തന്നെ സോൾവ് ചെയ്യും. ഇവരുടെ ഈ ഒരു തീരുമാനത്തിൽ ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്? യെസ്, എംപററിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ടുള്ള അവകാശവുമുണ്ട്. ഇനി രാജാവിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടി ആരുണ്ട്? മിനിസ്റ്റേഴ്സും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇതിന് ശേഷം ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.